ഹല്ലേലൂയ. Hallelujah. കഴിഞ്ഞ 2 ആഴ്ചകളായിട്ട് ദൈവത്തോടൊപ്പം വിശുദ്ധിയിൽ നടക്കുന്നതിനെ പറ്റി ഞാൻ സംസാരിക്കുകയായിരുന്നു. In the past 2 weeks, I had been sharing on walking with God in holiness. വിശുദ്ധിയിൽ നടക്കുന്നത് വളരെ നല്ലതാണ്. It's absolutely great to walk in holiness. ഹല്ലേലൂയ. Hallelujah. അങ്ങനെ നമ്മൾ നടക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ ആ ജീവൻ നമ്മളിൽ കൂടി ഒഴുകുവാനായിട്ട് തുടങ്ങുന്നത്. And as we walk in holiness like that, it's only then that the life of God flows within us and through us. ആമേൻ. Amen. അങ്ങനെയുള്ളപ്പോഴാണ് ജീവജല നദികൾ നമ്മുടെ ഉള്ളിൽ കൂടി ഒഴുകാനായിട്ട് തുടങ്ങുന്നത്. And that is when rivers of living water flow out of us. അപ്പം ഈ വിശുദ്ധിയിൽ നടക്കുക എന്ന് പറയുമ്പോൾ നമ്മളും ദൈവവുമായിട്ട് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമല്ല. Walking in holiness is not limited to just me and my God. പല ആൾക്കാർ ചിന്തിക്കുന്നത് അവർ പ്രാർത്ഥിക്കുന്നു, അവർ വചനം വായിക്കുന്നു, അവർ ഫാസ്റ്റിംഗ് ചെയ്യുന്നു, അവർ ചില കുഴപ്പങ്ങൾ കാണിക്കുന്നില്ല, ചില നല്ല കാര്യങ്ങൾ ചെയ്യുന്നു, അതുകൊണ്ട് അവർ വിശുദ്ധിയിൽ നടക്കുന്നു. Some people think that they are studying the word of God, they are praying, they are spending time, they are not committing certain sins, they are walking in and they are doing certain good things, so they are walking in holiness. ഈ പറഞ്ഞതെല്ലാം വളരെ നല്ല കാര്യങ്ങളാണ്. And these mentioned things are all good things. എന്നാൽ വിശുദ്ധിയിൽ നടക്കുമ്പോൾ വേറെ ഒരു വലിയ ഭാഗമുണ്ട്. അതാണ് നമ്മൾ കൂട്ടമായിട്ട് ഒരു സഭയിൽ ഒന്നിച്ച് നടക്കുക. അതും വിശുദ്ധിയിൽ പെടുന്ന ഒരു കാര്യമാണ്. But another aspect of holiness is that in the church we walk as a family, a group, as a community together. That's also a part of holiness. പ്രിയമുള്ളവരെ, ഈ സഭയുടെ ഭാഗമാകുന്നതിൻ്റെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട് മുന്നോട്ട് പോവാം. My dear beloved brethren, I would like to mention one aspect of being a part of the church, and then I would like to move forward. ഇപ്പം ഞാൻ ഏതെങ്കിലും ഒരു പ്രാദേശിക സഭയുടെ അംഗമാണെങ്കിൽ, If I'm a part of a local church, ഞാൻ ആ സഭയുടെ ഒരു അംഗമാവുകയാണ്. I am becoming a member of that church. അതിൻ്റെ അർത്ഥം പിന്നെ ആ സഭയിലുള്ള എല്ലാവരും തന്നെ എൻ്റെ സഹോദരി സഹോദരന്മാരാണ്. So that means that after I become a member of that church, everybody in that church becomes my brothers and sisters. ഇവിടെ പ്രശ്നം ഇതാണ്, എല്ലാവരും അങ്ങാവുകയാണ്. അതാ പ്രശ്നം. ചിലരൊക്കെ ആയിരുന്നാലും കുഴപ്പമില്ലായിരുന്നു, പക്ഷെ എല്ലാവരും നമ്മുടെ സഹോദരി സഹോദരനാവുകയാണ്. Now the problem is when everybody, not just a few specific people, but everybody becomes our brothers and sisters. അപ്പോൾ അവിടെയാണ് ദൈവം നമ്മളോട് പറയുന്നത്, നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. And that is where God tells us that we should love one another. ഒരു അപ്പനും അമ്മയ്ക്കും ഒരു 4 മക്കളുണ്ടെന്നിരിക്കട്ടെ. Imagine that there's a father and a mother and they have 4 children. അപ്പം അതിനകത്ത് ഒരു പയ്യനെ അവൻ ഇങ്ങനെ പറയാൻ പറ്റത്തില്ല, ഈ 3 പേര് എൻ്റെ സഹോദരി സഹോദരൻ അല്ലെന്ന് പറയാൻ പറ്റത്തില്ല, അല്ലെ അവന് തിരഞ്ഞെടുക്കാൻ പറ്റത്തില്ല. സഹോദരി സഹോദരന്മാരെ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റാത്ത കാര്യമാണ് പ്രിയമുള്ളവരെ. So one of the sons of these 4 children, he cannot say, I don't want these siblings as my brothers and sisters. See, choosing your siblings is not your option. ഞാൻ പറഞ്ഞു വരുന്നത്, വിശുദ്ധിയിൽ നടക്കുന്നതിനകത്ത് ഉൾപ്പെടുന്ന ഒരു കാര്യമാണ് നമ്മൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കുക, തമ്മിൽ തമ്മിൽ സ്വീകരിക്കുക, തമ്മിലുള്ള ഭാരങ്ങൾ ചുമക്കുക, മറ്റവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരുടെ കൂടെ നടക്കുക, ക്ഷമിക്കുക. ഇതും വിശുദ്ധിയിൽപ്പെടുന്ന ഒരു കാര്യമാണ്. So what I want to say is that, loving one another, caring for one another, carrying one another's burdens, praying for one another, serving one another, all these are also part of holiness. ആമേൻ. Amen. ആമേൻ. നിങ്ങൾ യോജിക്കുന്നുണ്ടോ? വേറെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇത് മാത്രമല്ല, സമൂഹത്തിലുള്ള പാവപ്പെട്ടവരും പീഡിതരും അങ്ങനെയുള്ളവരെ സ്നേഹിക്കുക, അതും വിശുദ്ധിയിൽപ്പെടുന്ന ഒരു കാര്യമാണ്. And not only this, caring for the oppressed, caring for the poor in the community,
That is also part of living in holiness. വരും നാളുകളിൽ എന്തെങ്കിലും എനിക്ക് അവസരം കിട്ടുമ്പോൾ ഞാൻ അവസരം മീൻസ് എൻ്റെ സമയം എനിക്ക് കിട്ടുമ്പോൾ ആ സമയത്ത് സാമൂഹിക പാപങ്ങൾ, സോഷ്യൽ സെൻസിനെ കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. And in the coming days, when my turn comes, I would like to say about social sins. എന്നാൽ നമ്മൾ സഭയായിട്ട് ഒന്നിച്ച് നടക്കുമ്പോൾ And when we are walking together as a church, അവിടെ എങ്ങനെയാണ് നമ്മൾ ഈ വിശുദ്ധിയുടെ കാര്യങ്ങളൊന്ന് വർക്കൗട്ട് ചെയ്യുന്നത്? how do we work out these aspects of holiness in our church? അഥവാ ഒന്ന് രണ്ട് പേര് വളരെ കുഴപ്പത്തിൽ ആ സഭയിൽ നടക്കുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? What if some member of the church is walking in some deep sin? What should we do? അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. First of all, we need to pray for them. അവരോട് വേണമെങ്കിൽ നമുക്ക് സ്വകാര്യമായിട്ട് സംസാരിക്കാം. And we may need to talk to them privately. പക്ഷെ എന്നിട്ടും ഒരു വ്യത്യാസമില്ലെങ്കിൽ പിന്നെ സഭ എന്തെങ്കിലും ചെയ്യണോ? And what if that brother or sister is unwilling to change? Should the church take some steps? 1 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൽ ദൈവം നമുക്കൊരു വണ്ടർഫുൾ കേസ് സ്റ്റഡി തന്നിട്ടുണ്ട്. 1 Corinthians chapter 5 mentions about a wonderful case study. വരുവിൻ, നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് വാ. നമുക്ക് ആ ഒരു എന്തുവായിരുന്നു അവിടെ നടന്നതെന്നും അതിൽ നിന്ന് ചില പാഠങ്ങൾ നമുക്ക് പഠിക്കാം. What happened in 1 Corinthians chapter 5? Come, let's walk together and discover and learn together what exactly happened. 1 കൊരിന്ത്യർ 5-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം മുതൽ 1 Corinthians chapter 5 verses 1 അതിന്റെ onwards. 1-ാം വാക്യം വായിച്ചാട്ടെ. നിങ്ങളുടെ ഇടയിൽ ദുർനടപ്പ് ഉണ്ടെന്ന് കേൾക്കുന്നു. ഒരുത്തൻ തന്റെ അപ്പന്റെ ഭാര്യയെ വെച്ചുകൊള്ളുന്നത് പോൽ അത് ജാതികളിൽ പോലും ഇല്ലാത്ത ദുർനടപ്പ് തന്നെ. ഓർത്തോണം, കൊരിന്ത്യ സഭയിൽ ഒരു വലിയ പ്രശ്നം നടക്കുകയാണ്. There's a big problem happening in the Corinth church. അവിടെ പ്രശ്നം എന്തുവാണ്? ദുർനടപ്പ്. There is immorality in that church. അപ്പം ആ ദുർനടപ്പ് എന്തുവായിരുന്നെന്ന് വെച്ചാൽ, ഒരാളുടെ അപ്പൻ രണ്ടാമത് കല്യാണം കഴിച്ചു. So what was the issue of immorality in this case? One person's father, he had married a second time. അത് കുഴപ്പമില്ലാതെ ചിലപ്പോൾ ഭാര്യ മരിച്ചു കാണും, എന്തെങ്കിലും ഇതായിരിക്കും. പക്ഷെ എന്തായാലും കൊള്ളാം, ഇയാളിപ്പം ആ അപ്പൻ ആരെ കല്യാണം കഴിച്ചു അവർ ഒരു ഭാര്യയായിട്ട് വെച്ചിരിക്കുകയാണ്. Now, there's no problem in a person marrying a second time. Probably his first spouse had died. But the problem here was that this believer was now staying with his father's wife. അപ്പം പൗലോസ് പറയുന്നത് ഈ ഇങ്ങനെയുള്ള പ്രശ്നം ജാതികളിൽ പോലും നമ്മൾ കാണാത്ത, അതായത് അവിശ്വാസികളുടെ ഇടയിൽ പോലും ഇങ്ങനത്തെ ലെവലിലുള്ള കുഴപ്പങ്ങൾ കാണാത്തത് ഇതെന്താണ് സഭയിൽ ഇങ്ങനെ നടക്കുന്നത് എന്നാ അവിടെ ചോദിക്കുന്നു. So Paul is saying that such a kind does not exist even among the Gentiles. അപ്പൊ 2-ാം വാക്യം Verse 2 says, എന്നിട്ടും നിങ്ങൾ ചീർത്തിരിക്കുന്നു, ഈ ദുഷ്കർമ്മം ചെയ്തവനെ നിങ്ങളുടെ ഇടയിൽ നിന്നും നീക്കുവാൻ തക്കവണ്ണം നിങ്ങൾ ദുഃഖിച്ചിട്ടുമില്ല. ഓ, അപ്പൊ ഇവിടെ രണ്ട് കാര്യം. ഇങ്ങനെ ഒരു സംഭവം ആ സഭയിൽ നടന്നപ്പോൾ പൗലോസ് പ്രതീക്ഷിച്ചത് അവര് ദുഃഖിച്ചേനെ, അങ്ങനെ ദുഃഖിച്ചിട്ട് ആ ആളിനെ സഭയിൽ നിന്ന് പുറത്താക്കിയേനെ. Now when such a heinous sin happened in the church, Paul expected that the people there would mourn and turn the brother out of the church. പക്ഷെ അവിടെ നടന്ന എന്താണ്? But what exactly happened there? അവര് ചീർത്തിരിക്കുകയാണ്. They had become arrogant. അപ്പൊ നിങ്ങളൊന്ന് ചിന്തിച്ചേ, ഇതിനകത്ത് പ്രശംസിക്കാനായിട്ട് വല്ല പോയിന്റ് ഉണ്ടോ? No, just think for a while. Is there something to boast about and be arrogant about? എന്തുവായിരിക്കും ആ സഭയിലെ ആൾക്കാരെ പ്രശംസിച്ചത് ഇതിനകത്ത്? What was the so much to become proud of in this matter? അവരുടെ എന്താ ഇവിടെ ഏതാണ്ട് ലൂസായോ? അതായത് ഓ ഹല്ലേലൂയ ഞങ്ങളുടെ ഇടയിൽ പാപം നടക്കുന്നുണ്ട്, അങ്ങനെ അവര് ചീർക്കുവോ? No, had they gone crazy and were they praising the Lord saying hallelujah, there's sin in our midst? ഇല്ല, മിക്കവാറും അവര് പ്രശംസിച്ചത് എന്തുവായിരിക്കും എന്ന് വെച്ചാല്
ഞങ്ങൾ ഭയങ്കര സ്നേഹമുള്ളവരാണ്. എത്ര കുഴപ്പം ആര് കാണിച്ചാലും ഞങ്ങൾ ആരെയും വിധിക്കാറില്ല. ഞങ്ങൾ എല്ലാവരെയും ഞങ്ങൾ സ്വീകരിക്കുന്ന ആൾക്കാരാണ്. നിങ്ങൾക്കറിയാമോ, വി ആർ ലിബറൽ പീപ്പിൾ. വി ആക്സെപ്റ്റ് എനിബഡി. ഞങ്ങൾ ആരെയും ഞങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണ്. So what I believe is that most probably they were being proud about the idea that they were very liberal people. They loved and accepted everybody and everything in the church. 3-4 വാക്യങ്ങൾ വായിച്ചാൽ Verses 3 and 4. ഞാനോ ശരീരം കൊണ്ട് ദൂരസ്ഥൻ എങ്കിലും ആത്മാവ് കൊണ്ട് കൂടെയുള്ളവനായി നിങ്ങളുടെ മധ്യേ ഇരിക്കുന്നവനായി തന്നെ ഈ ദുഷ്കർമ്മം ചെയ്തവനെക്കുറിച്ച് നിങ്ങളും എൻ്റെ ആത്മാവും നമ്മുടെ കർത്താവായ യേശുവിൻ്റെ ശക്തിയോടെ ഒന്നിച്ചു കൂടിയിട്ട് നമ്മുടെ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ അവനെ 5-ാം വാക്യം കൂടെ വായിച്ച ആത്മാവ് കർത്താവായ യേശുവിൻ്റെ നാളിൽ രക്ഷിക്കപ്പെടേണ്ടതിന് സംഹാരത്തിനായി സാത്താനെ ഏൽപ്പിക്കണം എന്ന് വിധിച്ചിരിക്കുന്നു. ഓ, ചുരുക്കം പറഞ്ഞാൽ പൗലോസ് പറഞ്ഞത്, ഞാൻ നിങ്ങളെ അങ്ങോട്ട് വിസിറ്റ് ചെയ്യുന്നില്ല, ഞാൻ ആ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് ഞാൻ അവിടെ ഉണ്ട്, പക്ഷെ നിങ്ങളും ഞാനും നമ്മൾ ആത്മാവിൽ ഒന്നിച്ച് ഈ പുള്ളിയെ സഭയിൽ നിന്ന് പുറത്താക്കണം. So in short, what Paul was saying was, right now I am not there with you and I am not coming and visiting you there, but let's together in one spirit act and turn this brother out of the church. സഭയിൽ നിന്ന് പുറത്താക്കുന്നതിന്റെ അർത്ഥം സാത്താനെ ഏൽപ്പിച്ചു കൊടുക്കുന്നത് പോലാണ്. So turning the brother out of the church means giving the brother over to Satan. നമ്മൾ മനസ്സിലാക്കുന്നില്ല, ഒരു സഭയുടെ ഭാഗം നമ്മൾ ആകുമ്പോൾ ദൈവത്തിന്റെ ഒരു കവറിങ് നമ്മുടെ മേലിലുണ്ട്. സാത്താൻ അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. So we must understand that once when we are part of the church, God's protective covering is over us and Satan cannot touch us without God's permission. പക്ഷെങ്കിൽ ഇങ്ങനെയുള്ള ആളിനെ സഭയിൽ നിന്ന് പുറത്താക്കുമ്പോൾ സാത്താന് ആ ആളിന്റെ ജീവിതത്തിൽ ഒരു അനുവാദം കിട്ടുകയാണ് അവരെ സംഹരിക്കാനായിട്ട്. So when such a person is turned out of the church, Satan is getting all the freedom and the opening to attack this person. 5-ാം വാക്യത്തിലെ നമ്മൾ ഇതും കാണുന്നു. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? Why is this being done? We see this in verse 5. പൗലോസ് പറയുന്നത്, അന്ത്യനാളിൽ ഈ ദേഹത്തിന്റെ ആത്മാവ് രക്ഷപ്പെടണം, അതിനുവേണ്ടിയാ ഇങ്ങനെ ചെയ്യുന്നത്. അയാളെ അയാള് പോട്ടെ, അയാൾ നശിക്കട്ടെ എന്ന് ഉദ്ദേശിച്ചല്ല. അദ്ദേഹത്തിനോട് സ്നേഹമുണ്ടായതുകൊണ്ട് ആ അദ്ദേഹത്തിന്റെ നിത്യമായിട്ടും നോക്കുമ്പോൾ നാശം വരാതിരിക്കാൻ തൽക്കാലം അദ്ദേഹത്തിന് ഒരു പ്രോബ്ലം വന്നോട്ടെ, എന്നാലും നിത്യമായിട്ട് പ്രശ്നം വരരുത്, അതിനു വേണ്ടിയാണ് അദ്ദേഹത്തെ പുറത്താക്കുന്നത്. ഓർത്തോണം, സ്നേഹമുള്ളത് കൊണ്ടാണ് അവിടെ ഈ കാര്യം ചെയ്യുന്നത്. അദ്ദേഹത്തെ വീണ്ടെടുക്കാനായിട്ടുള്ള തിരിച്ചു വരാനായിട്ടുള്ള ഒരു സാധ്യതയ്ക്ക് വേണ്ടിയാണ് ഇങ്ങനെ അവിടെ ചെയ്യുവാനായിട്ട് പറയുന്നത്. What we realize in verse 5 is that Paul is saying this thing so that his spirit may be saved in the day of the Lord Jesus Christ. Paul is saying this out of love for that brother, out of concern for the eternal aspect of the brother, that he should not be eternally damned. So temporarily he may suffer, but his eternity would be safe. Out of concern and love for the person, Paul is saying that he should be delivered to Satan. എബ്രായർ 12:5 ദൈവം പറയുന്നു, ദൈവം സ്നേഹിക്കുന്നവരെ അവൻ ശിക്ഷണത്തിൽ കൂടി കൊണ്ടുവന്നു. Hebrews chapter 12 verse 5 says, God chastens those whom he loves. ഇനി 6-ാം വാക്യം. നിങ്ങളുടെ പ്രശംസ നന്നല്ല, അസാരം പുളിമാവ് പിണ്ടത്തെ മുഴുവനും പുളിപ്പിക്കുന്നു എന്നറിയുന്നില്ലയോ? ഓ, നിങ്ങൾ ഇങ്ങനെ പ്രശംസിക്കാതെ, നിങ്ങൾ ഇങ്ങനെ പറയാതെ, ഓ ഞങ്ങളെ സഭ വലിയ ഒരു കുഴപ്പമില്ലാത്ത സഭയാണ്, അവിടെ എന്തും നടക്കാം, പക്ഷെ ഞങ്ങൾ എല്ലാവരെയും ക്ഷമിച്ചാ കൊണ്ടുവന്നേ, അങ്ങനെ പറയാതെ കുറച്ച് ഈസ്റ്റ്, കുറച്ച് പുളിമാവ്,
പുളിപ്പ് അല്ലേ? പുളിമാവ്. കുറച്ച് പുളിമാവ് അസാരം, അത് പിണ്ടത്തെ മുഴുവനും പുളിപ്പിക്കുന്നു. അതുകൊണ്ട് ഇങ്ങനെ പറയരുത്, അത് 1-2 പേരെ അങ്ങനെ ചെയ്യുന്നുള്ളല്ലോ, അതുകൊണ്ട് എന്താ പ്രശ്നം? അയ്യോ, അതാ അത്രയും ഈസ്റ്റ് മതി ഫുൾ പുളിപ്പാക്കാനായിട്ട്. So Paul is saying that it's not good that you are boasting. A little leaven leavens the whole lump. You should not say, oh, it's just 2 or 3 people committing the sin in the church. The rest, all of us are okay. No, don't say like that, because this is going to spread to the other members of the church. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു കുടുംബത്തിലെ 3 മക്കളുണ്ടെന്നിരിക്കട്ടെ. അപ്പോൾ അതിനകത്ത് ഒരു പയ്യനെ കുഴപ്പമുണ്ടാക്കുവാണ്, മറ്റേ 2 പേരും നല്ല പിള്ളേരാണ്. പക്ഷേ ഈ കുഴപ്പമുണ്ടാക്കുന്ന പയ്യനെ വിളിച്ച് ശിക്ഷണത്തിൽ കറക്ഷനിൽ കൊണ്ടുവന്ന് എന്നിട്ടും ഇല്ലെങ്കിൽ, ചില നടപടികൾ എടുത്തില്ലെങ്കിൽ, അഥവാ കുടുംബത്തിൻ്റെ ഗ്രഹനാഥനും ഒക്കെ ഇങ്ങനെ കണ്ണടച്ചിങ്ങനെ ഇരിക്കുവാണെങ്കിൽ, താമസിക്കാതെ മറ്റു പിള്ളേർക്കും തോന്നും ആ ഭവനത്തിൽ എന്തും ആകാം. So imagine a family of parents and 3 children, and if one of them is committing sin, if that child is not called and chastened and disciplined, the other kids slowly may begin to think, it's okay if we do whatever we want, nothing, no drastic steps are going to be taken in this house, so it's fine. 7-ാം വാക്യം. Verse 7, നിങ്ങൾ പുളിപ്പില്ലാത്തവരായിരിക്കുവാൻ തക്കവണ്ണം പുതിയ പിണ്ഡം ആകേണ്ടതിന് പഴയ പുളിമാവിനെ നീക്കിക്കളയുവീൻ. പഴയ പുളിമാവിനെ നീക്കിക്കളയുവീൻ. Clean out the old leaven. നമ്മളുടെയൊക്കെ പലപ്പോഴും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ദൈവവചനം ചിലപ്പോൾ തെറ്റായ സ്ഥാനങ്ങളിൽ, അല്ല തെറ്റായ രീതിയിൽ അതിനെ അപ്ലൈ ചെയ്യും, എന്നാൽ അതിനെ ഉപയോഗിക്കും. The problem with many of us is, many times we apply the word of God in a wrong way or in a wrong situation. ദൈവവചനത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ തമ്മിൽ സ്വീകരിക്കണം. Word of God says that we need to accept one another. തമ്മിൽ ക്ഷമിക്കണം എന്ന് എഴുതിയിട്ടുണ്ട്. It's also written that we need to forgive one another. വിധിക്കരുത് എന്ന് എഴുതിയിട്ടുണ്ട്. It's also written that we should not judge one another. പക്ഷെ വേറെ ചില സ്ഥലത്ത് എഴുതിയിട്ടുണ്ട് വിധിക്കണം. But in other places it's written you should judge. നിങ്ങൾക്കറിയാമോ, ദൈവവചനത്തില് ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ദുരുപയോഗപ്പെടുത്തുന്ന ഒരു വാക്യമാണ് മത്തായി 7:1. Do you know that one of the most misunderstood and misused verses in the Bible is Matthew chapter 7 verse 1. ഇതാരാ ഉപയോഗിക്കുന്നതെന്നറിയാമോ? And do you know who used this verse? ഒരാൾ എന്നോട് വന്ന് പറയാം, സുനിൽ ബ്രദറെ, ഈ ഒരു നടപ്പ് ശരിയല്ല, ഇങ്ങനെയല്ല ചെയ്യേണ്ടേ. Suppose one person comes and says, Sunil brother, the way you are living and walking, it's not correct, it's not good, you should not be living like this. ഇച്ചിരൂടെ ഭാര്യയോടൊക്കെ ഇച്ചിരൂടെ മയത്തിൽ സംസാരിക്കണം. You should be more loving and gentle towards your wife. നിങ്ങളാരാടെ വിധിപ്പാന്? And then I may say, who are you to judge me? ഇനി ഇപ്പം നമ്മൾ ഒരാളോട്, സഹോദര, ഇങ്ങനെ ഒരു പ്രശ്നം, നിങ്ങൾ ഇങ്ങനെ ഇത് ചെയ്ത ഇച്ചിരൂടെ നല്ലതല്ലേ എന്ന് നമ്മളോട് സ്നേഹമുള്ളതുകൊണ്ട് ചിലപ്പോൾ പറഞ്ഞെന്നിരിക്കാം. Now it may be possible that out of love for a brother or sister, we may go and say, dear brother, it would be good if you would do like this instead of doing like that. ഹലോ, ദൈവം പറഞ്ഞിരിക്കുന്നത് നമ്മുടെ കണ്ണിലെ ഇത്രയും വലിയ കോലിരിക്കുമ്പം വേറൊരാളുടെ കരട് എന്തിനാണ് എടുക്കുന്നേ? And then the response may be, hey, God himself has said that you should take out the log inside your eye first and then take out the speck in your brother's eye. കരട് മാറ്റൽ മിനിസ്ട്രി മാറ്റിയിട്ട്, Okay, stop this ministry of removing speck from the eyes of your brother. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ആ വാക്യം പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ലോകത്തിലെ നമ്മൾ ആരെയും ഒന്നും സഹിക്കാതിരിക്കാൻ വേണ്ടിയാണോ പറഞ്ഞത്?
Now, does that verse mean that we should never ever correct anybody in this whole world? എനിക്കറിയത്തില്ല നിങ്ങളുടെ എത്ര പേരുടെ കണ്ണി കരട് കയറിയിട്ടുണ്ടെന്ന്, പക്ഷെ കരട് കയറിയാൽ നല്ല രസമാണോ? I don't know how many of you have experienced a speck in your eye, but is that a pleasant experience? എന്തോ ഒരു രസം. Oh, it's so ഇച്ചിരൂടെ കരട് വരട്ടെ, pleasant. Oh. കുഴപ്പമില്ല, 1-2 മാസത്തേക്ക് ഈ കരട് ഇരുന്നോട്ടെ, ഇങ്ങനെ ആരെങ്കിലും ചിന്തിക്കുമോ? And now, would anybody think that, oh, it's okay, it's such a wonderful experience, so nice to have specks in my eye? പലരും കരട് കയറുമ്പോൾ നിങ്ങൾ എന്തുവാ ചെയ്യുന്നത്? What do we do when a speck enters our eye? ആദ്യമേ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യും. And first of all, we would rub our eyes like this. അവസാനം എന്തുവാ? ഒന്ന് ഊതിക്കേ. ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഞാൻ ചെയ്തിട്ടുണ്ട്. And then we would go to our brother or sister and say, please blow into my eyes so that I can get relief from this speck. ഇങ്ങനെ ഊതാന് എനിക്കറിയത്തില്ല. ഒരു കുഴൽ വല്ലതും വെച്ചിട്ട് ചിലപ്പോൾ അങ്ങനെ ആരെങ്കിലും കണ്ടുപിടിച്ചെന്നും ഇരിക്കും കേട്ടോ. വേറെ എനിക്ക് ആരുടെയും മേളിൽ ഡിപ്പെൻഡ് ചെയ്യാൻ വയ്യ. I don't know if a special pipe has been invented where we can blow and remove the speck from our own eyes. നമ്മൾ ജീവിക്കുന്ന ഈ കാലത്ത് മിക്കവാറും ആൾക്കാർ അങ്ങനെയും കണ്ടുപിടിക്കും. ബിക്കോസ് എനിക്ക് ആരുടെയും മേളിൽ ഡിപ്പെൻഡ് ചെയ്യാൻ വയ്യ, എനിക്കാരെയും വേണ്ട, ഞാൻ തന്നെ ജീവിക്കും. And the times that we live in, it is very much possible that somebody might invent such a thing because we have become so independent of each other. We don't want to allow anybody else to come into our lives beyond a certain line. എനിക്ക് മനസ്സിലാവുന്നത് യേശു അത് പറഞ്ഞത് നമ്മൾ ആരുടെയും കരടെടുക്കണ്ടെന്നല്ല. കരടെടുക്കേണ്ട ഇച്ചിരി അത്യാവശ്യമായ ആൾക്കാരുടെ കരട് എന്ന് വലിയ പ്രശ്നത്തിലിരിക്കുക. ശരി, ഞാൻ പറയട്ടെ, കരട് വരുമ്പോൾ നിങ്ങൾക്ക് ശരി കാണാൻ പറ്റുമോ? ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക. See, when a speck enters our eyes, it's really unpleasant. We can't even properly open our eyes. And so what I believe is that Jesus didn't mean that you should never remove the specks from your brother's eye. അവിടെ ഊന്നൽ കൊടുത്തേന്ന് വെച്ചാൽ നിങ്ങളുടെ കണ്ണിൽ ഇത്രയും വലിയ സാധനം ഇരിക്കുമ്പോൾ ഒന്നാമതേ കരടൊക്കെ കാണണമെങ്കിൽ നിങ്ങൾക്കൊന്ന് ക്ലിയർ വിഷൻ വേണം. അപ്പം ആ സാധനം ആദ്യം മാറ്റ്. നിങ്ങൾ ഏതാണ്ട് ഗമയിൽ ഞങ്ങൾ വലിയ പാർട്ടികളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ എന്തടേ നിങ്ങളുടെ കണ്ണിൽ കരടിരിക്കുന്നത്, ഈ രീതിയിലുള്ള പരിപാടി ചെയ്യാതെ ഒന്ന് താഴ്മയിൽ വാ. നമ്മളെ അതിൽ നിന്നൊന്ന് മാറി നമ്മുടെ മെയിൻ ഇതൊക്കെ മാറുമ്പോൾ പിന്നെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അപ്പം നമുക്ക് വേറൊരാളെ ശരിയായിട്ട് സഹായിക്കാൻ പറ്റും. അതാണ് ആ വാക്കിൻ്റെ അർത്ഥം. അല്ലാതെ വേറെ ഒരാളോടൊന്നും പറയാതെ ഒരിക്കലും ഒന്നും ചെയ്യരുത്, അങ്ങനെയൊന്നും അല്ല. So what I believe is that when Jesus said this verse, what it meant was, first of all, if you have a log in your own eye, a bad attitude in your heart, then you need to address it first, and then you will be able to see the speck in your brother's eye better, and you will be able to help that brother deal with the speck. മുന്നോട്ട് പോകേണ്ടതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറയാം. മത്തായി 7:1 പറഞ്ഞിട്ടുണ്ട് വിധിക്കരുതെന്ന്. പക്ഷേ നിങ്ങൾ ഇവിടെ തുറക്കണ്ട. 7:6 പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നായ്ക്കൾക്കും പന്നികൾക്കും മുത്തിട്ട് കൊടുക്കരുത്. അപ്പം ഇത് നായ്ക്കളാരാ പന്നികളാരാന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണ്ടേ? അല്ലെങ്കിൽ അതേ അധ്യായത്തിൻ്റെ 7:15 എഴുതിയിട്ടുണ്ട്, അയ്യോ കള്ളപ്രവാചകന്മാരുണ്ട്, അവരെ നമ്മൾ തിരിച്ചറിയണം. അപ്പം ജഡ്ജ് ചെയ്യണ്ട. അല്ലെ, അതിൻ്റെ അർത്ഥം നമ്മുടെ ഇതെല്ലാം ഓഫാക്കി വെക്കുക, നമ്മളൊന്നും നോക്കണ്ട, നമ്മളൊന്നും മനസ്സിലാക്കണ്ട എന്നല്ല. പക്ഷേ നമ്മൾ ഏതാണ്ട് വലിയ പാർട്ടികളാണെന്നും അതുകൊണ്ട് നമ്മളെ തന്നെ കുഴപ്പങ്ങളൊന്നും കാണാതെ ബാക്കിയുള്ളവരെ എല്ലാം വിധിച്ചുകൊണ്ട് നടക്കുന്ന ആ പ്രവണത വളരെ മോശമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. So because time is short, I'll come to the point quickly. First of all, when Jesus said do not judge, it doesn't mean that we should not judge at all, because in Matthew chapter 7 verse 6 he says do not throw your pearls before the swine. So we need to understand who the swine is. Or later on in verse 15 he says you shall know the false prophets by their fruits. So we need to discern who a false prophet is. So what Jesus is saying is, if we are being arrogant and proud in our own way, we would not be able to help another person deal with their own sin. Thank you. 9-ാം വാക്യം മുതൽ വായിക്കാം. Let's read 1 Corinthians chapter 5 verse 9. Yeah. ദുർനടപ്പുകാരോട് സംസർഗം അരുത് എന്ന് ഞാൻ എൻ്റെ ലേഖനത്തിൽ നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ടല്ലോ. അത് ഈ ലോകത്തിലെ ദുർനടപ്പുകാരോടോ അത്യാഗ്രഹികളോടോ പിടിച്ചുപറിക്കാരോടോ വിഗ്രഹാരാധികളോടോ അരുത് എന്നല്ലല്ലോ. അങ്ങനെയെങ്കിൽ നിങ്ങൾ ലോകം വിട്ടു പോകേണ്ടി വരും.
എന്നാൽ പൗലോസ് വളരെ പ്രാക്ടിക്കലായിരുന്നു. പൗലോസ് നിങ്ങളെ ദുർനടപ്പുകാരോട് നടക്കരുതെന്ന് പറഞ്ഞപ്പോൾ ഇനിയിപ്പം നിങ്ങളുടെ ജോലി സ്ഥലത്തും നിങ്ങൾ പഠന സ്ഥലത്തും എല്ലാവരും എവര് നടപ്പുകാരാ എവര് കുഴപ്പക്കാരാ എന്നും പറഞ്ഞ് പിന്നെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ലോകം തന്നെ വിടേണ്ടി വരും. Now, Paul was a very practical man. When Paul wrote that you should not associate with an immoral person, he didn't mean that we should not associate with immoral people in our workplace or in our college or school or anybody, any other place. In that case, we can't even live in this world. 11ാം വാക്യം വേഴ്സ് 11. എന്നാൽ സഹോദരൻ എന്ന് പേർപ്പെട്ട ഒരുവൻ ദുർനടപ്പുകാരനോ അത്യാഗ്രഹിയോ വിഗ്രഹാരാധിയോ വാവിഷ്ടക്കാരനോ മദ്യപാനിയോ പിടിച്ചുപറിക്കാരനോ ആകുന്നുവെങ്കിൽ അവനോട് സംസർഗം അരുത്. അങ്ങനെയുള്ളവനോടുകൂടെ ഭക്ഷണം കഴിക്കുക പോലും അരുത് എന്നത്രേ ഞാൻ നിങ്ങൾക്ക് എഴുതിയത്. അപ്പൊ ഇവിടെ വിഷയം ഇതാണ്, സഹോദരനെന്നോ സഹോദരിയെന്നോ തന്നെത്താൻ പറയുന്ന ആൾക്കാര്, എന്നാൽ അവരുടെ നടപ്പ് കംപ്ലീറ്റ് വേറെ രീതിയിലാണ്. അങ്ങനെയുള്ളവരോട് എന്തോ ചെയ്യരുത്? സംസർഗം അരുത്. So the issue here is a person who claims to be a brother or a sister in the Lord, but he is an immoral person, covetous, idolater, reviler or drunkard. Do not associate with such a person. പ്രിയമുള്ളവരെ, എനിക്കറിയാം ഞാൻ ഇന്ന് നിൽക്കുന്നത് ഇന്ന് ജീവിക്കുന്ന കാലഘട്ടം എന്ന് വെച്ചാൽ ഈ കാലഘട്ടത്തിൽ പറയുന്നത് വി ഷുഡ് ബി ഓൾ ഇൻക്ലൂസീവ്. The times that we live in, the common idea going around is that we should be inclusive. അപ്പോൾ എല്ലാവരെയും കൂടെ ഒന്നിച്ചു കൊണ്ട് നടക്കണമെന്നല്ലേ ഇന്നത്തെ കാലഘട്ടം നമ്മളെ പഠിപ്പിക്കുന്നത്. So the present times teaches us that we should be so inclusive and accept everyone and take them along. യേശുക്രിസ്തു നമ്മളോട് പറയുന്നു നമ്മൾ എല്ലാവരെയും സ്നേഹിക്കണം. And Jesus Christ himself says that we should love everyone. പക്ഷേ യേശുവിന്റെ അപ്പോസ്തലനായ പൗലോസിൽ കൂടി ദൈവം നമ്മളോട് സംസാരിക്കുന്നത്, ഒരുവൻ പറയുവാണ് അവൻ സഹോദരനാണ് സഹോദരിയാണ്, അതായത് അവൻ വിശ്വാസിയാണെന്ന് പറയുകയും എന്നാൽ കംപ്ലീറ്റ് ലോകപ്രകാരമുള്ള ജീവിതം ജീവിക്കുമ്പോൾ അങ്ങനെയുള്ളവരോട് സംസർഗം അരുത്. But an apostle of Jesus Christ, Paul, is saying like this here, that if there is a believer who claims to be a believer, a brother or a sister, but he's walking in absolute worldliness, we should not associate with such a person. ഇവിടെ എഴുതിയിരിക്കുന്ന ഭക്ഷണം കഴിക്കുക പോലും അരുത്. And it's written here, not even to eat with such a person. എന്തിനായിരിക്കും പൗലോസ് ഇത്രയും ഇങ്ങനെ പറഞ്ഞത്? And why was Paul saying it so strictly? എന്താണ് പൗലോസേ ഇത് എന്തിന് ഇത്ര സ്ട്രിക്റ്റ് ആകേണ്ട ആവശ്യമുണ്ടോ? Paul, why do you have to be so strict about these things? ഉണ്ടോ? നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു? ഇത് സുനിൽ ബ്രദർ പറയുവാണോ നിങ്ങളോട്? നിങ്ങൾ ഇത് ഞാൻ പറയുവല്ല, ഞാൻ പൗലോസ് പറഞ്ഞതല്ല, ദൈവത്തിന്റെ വചനത്തിൽ നിങ്ങളോട് പറഞ്ഞതേ ഉള്ളൂ. See, it's not Sunil brother saying this to you. The word of God is saying this to us. എന്തിനാണ് ഇങ്ങനെ ഇത്രയും ഒരു സ്റ്റാൻഡേർഡ് വെച്ചേക്കുന്നത്? Why is there such a high standard kept in the word? പക്ഷേ ഈ നിലവാരം എന്ന് വെച്ചാൽ ഒരു കാര്യം മനസ്സിലാക്കണം. സപ്പോസ് നമ്മുടെ ഇടയിൽ ഒരാൾ ഒരു ദിവസിയോ പിന്നെ ഒരു മാസം കഴിഞ്ഞ് വേറൊരു പ്രാവശ്യം കൂടെ എന്തോ ഒരു 2 പെഗ്ഗങ്ങ് കുടിച്ചു. Now, if you have to വിശ്വാസി, okay? Look at the standards. For example, there's a believer who took a peg or two once a month or once in 2 months. അയാളെ നമ്മൾ മദ്യപാനി എന്ന് വിളിക്കുമോ? Would we call such a person a drunkard? മദ്യപാനി എന്ന് ആരെയാ വിളിക്കുന്നതെന്ന് നമുക്കറിയാം. ആരെയാ നമ്മൾ മദ്യപാനി എന്ന് വിളിക്കുന്നേ? We know very well who a drunkard is. ഇടയ്ക്കിടയ്ക്ക് കുടിക്കുന്നു, അത് അയാളുടെ ഒരു ജീവിത ശൈലിയാണ്. അങ്ങനെയുള്ളവരോട് നോ, നത്തിങ്. അങ്ങനെയുള്ളവരോട് സംസർഗം അരുത്, ഭക്ഷണം പോലും കഴിക്കരുത്. എന്താണെന്ന് വെച്ചാൽ അവർ അവിശ്വാസിയായിരുന്നേ നമ്മൾ അവരെ ഇവാഞ്ചലൈസ് ചെയ്യാനും സ്നേഹിക്കാനും പോകാം. പക്ഷേ അവരിപ്പം വിശ്വാസിയാണെന്ന് നടിച്ച്
അവകാശപ്പെട്ട് നടക്കുകയും എന്നാൽ ഇങ്ങനെ നടക്കുകയും ചെയ്യുന്നു. So, we know very well who a drunkard is. A drunkard is a person who would be continuously drinking, and his lifestyle has become a lifestyle of drinking. So, if such a person were a non-believer, we would have reached out to that person and tried to evangelize. But if that person is a believer, Word of God says very clearly and strictly not to associate with such a person. അവിടെ നിങ്ങൾ ദൈവം പറഞ്ഞിട്ടുണ്ട് സ്നേഹിക്കണം. അവിടെ അതല്ല അവിടെ ആപ്ലിക്കബിൾ എന്ന് വെച്ചാൽ അവിടെ നമ്മളെ എടുത്തുപയോഗിക്കേണ്ടത്. So we should not use the other word which says, oh, God has told us to love everybody. So that would be inappropriate in such a situation. 12-ാം വാക്യം. Verse 12, പുറത്തുള്ളവരെ വിധിക്കുവാൻ എനിക്കെന്ത് കാര്യം? നിങ്ങൾ അകത്തുള്ളവരെ അല്ലയോ വിധിക്കുന്നത്? പുറത്തുള്ളവരെ ദൈവം വിധിക്കുന്നു. 13. ആ ദുഷ്ടനെ നിങ്ങളുടെ ഇടയിൽ നിന്നും നീക്കിക്കളയുവിൻ. വളരെ ക്ലിയർ ആണ്. ആ ദുഷ്ടനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയുവിൻ. So it's very clear what's written here, remove the wicked man from amongst yourselves. ഇപ്പം നമ്മൾ ഇപ്പം പറയടാ ഇതിപ്പം ഇങ്ങനെയാണെങ്കിൽ ഇപ്പം മിക്കവാറും സഭകളിൽ ആൾക്കാർ ഒത്തിരി കുറയുമല്ലോ. And then we may think, oh, if things go at this rate, then there won't be anybody in the church. There would be very few people in the church. അപ്പം ഏത് പാപങ്ങളാണ് നമ്മൾ വലിയ സീരിയസ് ആയിട്ട് എടുക്കേണ്ടതല്ലേ? ഏതൊരു കാര്യത്തെയാണ് നമ്മൾ ഇനിയിപ്പോൾ ഓരോന്നിനും നമ്മൾ പിടിക്കുക. ഇപ്പം കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു ആകുല ചിന്തപ്പെടരുതെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ഇനി ഒരാളെ പിടിച്ച് നിങ്ങൾ എന്താണ് ഇത്ര ആകുല ചിന്തപ്പെടേണ്ടത്? ദൈവം പറഞ്ഞിട്ടില്ല ആകുല. അങ്ങനെ പറയാൻ പറ്റുമോ? So what are the sins where we should take such drastic measures? For example, last Sunday he shared about not being anxious. So God's word says we should not be anxious. So if a believer is getting anxious continuously, should we turn that believer out of the church? അല്ലെ ഒരാൾ ഭയങ്കര സ്വാർത്ഥനാണ്. Or there's another person who is very selfish. അപ്പോൾ ഇത് വ്യക്തമായിട്ട് നമുക്ക് അങ്ങനെ ബൈബിളിൽ ഇങ്ങനെ എഴുതിയിട്ടില്ല ഈ ഒരു ലിസ്റ്റ്. ഓക്കെ, ഈ 10 കാര്യങ്ങളുണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യാം, അങ്ങനെ ബൈബിളിലൊന്നും പറഞ്ഞിട്ടില്ല. So the Bible doesn't give us a clear list 1 2 3 4. So these are the areas if a believer is sinning, then we need to turn him out of the church. പക്ഷെ ഒരു കാര്യം നമുക്കറിയാം, സഭ എന്തുവാ? യേശുവിൻ്റെ മണവാട്ടിയാണ്. But we know one thing. What is church? It's the bride of Christ. ചെറിയ കാര്യമൊന്നുമല്ല, ക്രിസ്തുവിൻ്റെ ശരീരമാണ്. It's not a small thing, it's the body of Christ. അപ്പം അങ്ങനെ ക്രിസ്തുവിൻ്റെ ശരീരവും ക്രിസ്തുവിൻ്റെ മണവാട്ടിയായിരിക്കുന്ന സഭയെ കാര്യമായിട്ട് കുഴപ്പം ഉണ്ടാക്കുന്ന രീതിയിലുള്ള പാപങ്ങളാണെങ്കിൽ അത് നമ്മൾ അതിനെ അഭിമുഖീകരിക്കേണ്ടതായിട്ടുണ്ട്. So if there are certain sins which are causing damage to the bride of Christ, the body of Christ, then we need to seriously address it. അതേതാണെന്ന് സഭയുടെ നേതാക്കന്മാര് വളരെ പ്രാർത്ഥനാപൂർവം, വളരെ താഴ്മയോടുകൂടി, വളരെ കരുണയോടുകൂടി, വളരെ സ്നേഹത്തോടുകൂടി, വളരെ വിശുദ്ധിയിൽ നിന്നുകൊണ്ട് തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. And what are those sins? They need to be decided by the leaders of the church very prayerfully, humbly, in absolute holiness, in all love. They need to decide which those sins would be. ഇനി അങ്ങനെയാണെങ്കിൽ എന്തുവാണ് അതിൻ്റെ ഒരു രീതി? ഏത് രീതിയിലാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്? So if such is the case, then how should they proceed forward? ദൈവവചനത്തിൽ അതിൻ്റെ വ്യക്തത തന്നിട്ടുണ്ട്. മത്തായി എഴുതിയ സുവിശേഷം 18-ാം അധ്യായം അതിൻ്റെ 15 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. Matthew chapter 18 verse 15 to 20 gives us the guidelines, very clear guidelines regarding these things. ഒന്ന് വായിച്ചാട്ട് ഒറ്റയടിക്ക് 15 മുതൽ 20 വരെ. നിന്റെ സഹോദരൻ നിന്നോട് പിഴച്ചാൽ നീ ചെന്ന് നീയും അവനും മാത്രമുള്ളപ്പോൾ കുറ്റം അവന് ബോധം വരുത്തുക. അവൻ നിന്റെ വാക്ക് കേട്ടാൽ നീ സഹോദരനെ നേടി. കേൾക്കാഞ്ഞാലോ 2-3 സാക്ഷികളുടെ വായാൽ സകല കാര്യവും ഉറപ്പാക്കേണ്ടതിന് 1-2 പേരെ കൂട്ടിക്കൊണ്ട് ചെല്ലുക.
അവരെ കൂട്ടാക്കാഞ്ഞാൽ സഭയോട് അറിയിക്കുക. സഭയെയും കൂട്ടാക്കാഞ്ഞാൽ അവൻ നിനക്ക് പുറംജാതിക്കാരനും ചുങ്കക്കാരനും എന്നുപോലെ ഇരിക്കട്ടെ. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിഞ്ഞിരിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഭൂമിയിൽ വെച്ച് നിങ്ങൾ രണ്ടുപേർ യാചിക്കുന്ന ഏത് കാര്യത്തിലും ഐക്യമത്യപ്പെട്ടാൽ അത് സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൽ നിന്നും അവർക്ക് ലഭിക്കും. 2 or 3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിൽ ഉണ്ട് എന്നും ഞാൻ നിങ്ങളോട് പറയുന്നു. ഇവിടെ നമ്മളെ ഒരു കാര്യം നിങ്ങൾ നോട്ട് ചെയ്ത് കാണും. ഈ കെട്ടുന്നതും അഴിക്കുന്നതും എന്ന് പറയുന്നത് ഇതിൻ്റെ പശ്ചാത്തലം വേറെ ഏതാണ്ട് ഭൂതങ്ങളെ കെട്ടുന്ന അഴിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ സഭാ ശിക്ഷണ നടപടിക്കകത്ത് ഏതാണ്ട് കെട്ടുന്നതും അഴിക്കുന്നതിനെ പറ്റിയാണ് അവിടെ പറഞ്ഞേക്കുന്നത്. അതിൻ്റെ വേറെ ആപ്ലിക്കേഷൻ ഉണ്ടായിരിക്കാം, പക്ഷേ ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് അത് പറഞ്ഞിരിക്കുന്നത്. What we must note here is that the context of binding and loosing. We may be doing that in prayer, or binding and loosing of demonic demons, but the context here which is mentioned is in the background of church discipline. അതുമാത്രമല്ല, 2 or 3 പേര് എവിടെ കൂടിയാലും ഞാൻ അവിടെ ഉണ്ട് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഏതൊരു വർഷിപ്പ് സർവീസിലോ ഏതൊരു ചർച്ച് മീറ്റിങ്ങിലോ, പക്ഷെ ഇവിടെ എല്ലാവരും കൂടെ കൂടി ആ ഒരു പശ്ചാത്തലം നമ്മൾ നോക്കുകയാണെങ്കിൽ അതും ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യമാണ്. And not only that, the verse 20, where 2 or 3 are gathered together in my name, I am there in their midst. We use this promise in our worship meetings or prayer meetings. But when we look at the context, it's in the background of church discipline. അപ്പോൾ ഏറ്റവും ആദ്യമേ ചെയ്യേണ്ടത് എന്താണ്? ആദ്യമായിട്ട് സ്വകാര്യമായിട്ട് ആ വ്യക്തിയെ വിളിച്ച് സംസാരിക്കേണ്ടതായിട്ടുണ്ട്. So first of all, we need to call that person and talk to that person in private. അതുകൊണ്ട് കാര്യം നടന്നെങ്കിൽ ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, ബിക്കോസ് അതുകൊണ്ട് ആ സ്റ്റെപ്പിൽ തന്നെ പല കാര്യങ്ങളും അങ്ങ് ശരിയാവും. Now if that person listens to you, then hallelujah, praise God. Now things are settled in that very first step itself. എന്നാൽ ചില കേസുകളിൽ അങ്ങനെ നടക്കത്തില്ല, അവർ സമ്മതിക്കുന്നില്ല. അങ്ങനെ ആവുമ്പം 2 or 3 സാക്ഷികളൂടെ കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ട്. Now there are times when that brother may not listen to you, and in those cases we need to bring 1 or 2 witnesses and talk to the brother. ആ സ്റ്റേജിലും കാര്യങ്ങൾ ശരിയാകാൻ സാധ്യതയുണ്ട്. പക്ഷെ അതുകൊണ്ടും ശരിയായില്ലേൽ 3ാമത്തെ പടി സഭയെ അറിയിക്കേണ്ടതായിട്ടുണ്ട്. Now at that stage the brother may agree and confess his sin, but brother or sister, brother or sister. Yeah. But if that doesn't happen, the next step is to go and tell it to the church. ആ സ്റ്റെപ്പിലും കാര്യങ്ങൾ ശരിയാകാൻ സാധ്യതയുണ്ട്. അയ്യോ അങ്ങനെയൊക്കെ അറിയുമ്പോൾ അയ്യോ സോറി തെറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണം, അല്ലെ ദൈവത്തിലേക്ക് തിരിച്ചു വരുന്നു, ഓക്കെ വണ്ടർഫുൾ. പക്ഷേ അത് കഴിഞ്ഞിട്ടും വ്യത്യാസം വന്നില്ലെങ്കിൽ പിന്നെ ആ ആളിനെ സഭയിൽ നിന്ന് പുറത്താക്കണം. Now at that, if the brother or sister repents and confesses his sin at that step, then it's well and good. But if he or she doesn't, then we need to consider that person as a Gentile or a tax collector. ഇവിടെ 4 പടിയാണ്, പക്ഷെ 5ാമത്തെ ഒരു പടി കൂടെ ഉണ്ട്. Now here only 4 steps are mentioned, but there's a 5th step as well. അതെന്തുവാണ്? What is that 5th step? അതാണ് 2 കൊരിന്ത്യർ 2-ാം അധ്യായം അതിന്റെ 6 ഉം 7 ഉം വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. 2 Corinthians chapter 2 verse 6 and 7 mentions about it. അപ്പോസ്തലനായ പൗലോസ് 1 കൊരിന്ത്യർ 5 പറഞ്ഞ ആ വ്യക്തി, the person about whom Paul was speaking, അദ്ദേഹം കുറെ നാൾ കഴിഞ്ഞപ്പോഴത്തേക്കിന് അദ്ദേഹത്തിന് ഒരു യഥാർത്ഥമായിട്ടും ഒരു മാനസാന്തരം വന്നു. a true repentance came in his life after some time. അതുകൊണ്ട് 1 കൊരിന്ത്യർ 2-ാം അധ്യായം 6 ഉം 7 ഉം വാക്യങ്ങൾ വായിച്ചാട്ടെ. So 1 Corinthians chapter 2 verse 6 and 7 says, അവന് ഭൂരിപക്ഷത്താൽ ഉണ്ടായ ഈ ശിക്ഷ മതി. ഓ, പിന്നെ മുന്നോട്ട്. അവന് അതിദുഃഖത്തിൽ മുങ്ങിപ്പോകാതിരിക്കേണ്ടതിന് നിങ്ങൾ അവനോട് ക്ഷമിക്കുകയും അവനെ ആശ്വസിപ്പിക്കുകയും തന്നെ വേണ്ടത്. ഹല്ലേലൂയ, അങ്ങനെ ഒരു സ്റ്റെപ്പ് കൂടെ ഉണ്ട്. ഇനി ആരെങ്കിലും ഒന്നാമത് 1 പറഞ്ഞ് 2ാമത്തേന് ആരെയും പുറത്താക്കുവോ ഒന്നും ചെയ്യരുത്. സഭ എന്ന് പറയുമ്പോൾ പാപം ചെയ്ത് പാപം ക്ഷമിക്കപ്പെട്ട്
കിട്ടിയ ആൾക്കാരുടെ ഒരു കൂട്ടമാണ്. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേനെ ലീഡർമാർക്ക് ഇഷ്ടപ്പെട്ടില്ല, അല്ലെ ഓരോ പവർ ഉപയോഗിച്ച് എന്നാ നീ പുറത്ത് പോയിക്കോ അതാ ഇതാന്ന് പറയുന്ന സ്ഥലമല്ല സഭ. So, church is a place of a community of forgiven sinners, and the leaders can't exercise their authority to turn out one and everyone whom they feel like doing. ദൈവവചനത്തിൽ പറയുന്ന ഒരു വണ്ടർഫുൾ ഒരു വേഴ്സ് ഉണ്ട്, 1 തെസ്സലോനിക്കർ 5:14. There's a wonderful verse in 1 Thessalonians chapter 5 verse 14. It says, ഭയങ്കര ഒരു നല്ല ഒരു വചനമാണ്, നിങ്ങളൊന്ന് നോക്കിയാട്ടെ. it's a very wonderful verse. സഹോദരന്മാരെ, ആ ഞങ്ങൾ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് ആ ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിപ്പിക്കുക. നിങ്ങൾ ഇവിടെ നോട്ട് ചെയ്യണം, പല ടൈപ്പ് ആൾക്കാർ സഭയിലുണ്ടെന്ന് നോക്കണേ. ഈ കുഴപ്പത്തിൽ തന്നെ ഉള്ളവര് തന്നെ പല ടൈപ്പ് ഉണ്ട്. ഒന്ന് ക്രമം കെട്ടവരുണ്ട്, പിന്നെ So there are different types of people who commit sin in the church. So just as we are reading this verse, let's pay attention. What are the types? So first is ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിക്കുവിൻ. അപ്പൊ ക്രമം കെട്ടവരെ എന്ത് ചെയ്യണം? അവർക്ക് ബുദ്ധി ഉപദേശം വേണം. ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുവിൻ. ഉൾക്കരുത്തില്ലാത്തവരെ ബുദ്ധി ഉപദേശമല്ല വേണ്ടത്, അവർക്ക് വേണ്ടത് എന്തുവാ? അവരെ നമ്മള് പ്രോത്സാഹിപ്പിക്കണം, ധൈര്യപ്പെടുത്തണം. ബലഹീനരെ താങ്ങുവീൻ. ബലഹീനരെ ചെന്ന് ഇച്ചൂടെ അടിച്ചു അവരങ്ങ് വീണുപോകും. ബലഹീനരെ എന്തോ ചെയ്യണം? താങ്ങുവീൻ. എല്ലാവരോടും ദീർഘക്ഷമ കാണിക്കുവിൻ. പിന്നെ എല്ലാവരോടും എന്തോ ചെയ്യണം? ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ കാര്യം ചെയ്യരുത്, ദീർഘക്ഷമ കാണിക്കണം. ദീർഘക്ഷമയ്ക്കകത്തുള്ള ഒരു വേർഡാണ് ദീർഘ. അപ്പൊ ദീർഘക്ഷമ. So we need to be long suffering and patient to people who are അപ്പം എന്തോ കാര്യം ഇങ്ങനെ ചെയ്താലും അത് വളരെ സൗമ്യതയോടുകൂടി ചെയ്യേണ്ട ഒരു കാര്യമാണ്. So whatever we do in regarding these matters, we need to do it with lot of humility. അത് ഗലാത്യർ 6:1 എഴുതിയിട്ടുണ്ട്, നമ്മൾ അങ്ങോട്ട് തുറക്കണ്ട, പക്ഷെ 6:1 Humility and gentleness. Galatians chapter 6 speaks about these things. വളരെ താഴ്മയോട് കാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. We need to do these things with utmost humility. വളരെ കരുണ കാണിക്കേണ്ടതായിട്ടുണ്ട്. And we need to show utmost mercy towards during these times. അപ്പോൾ ഇങ്ങനെ ഈവൻ വേദപുസ്തകത്തിൽ മൂപ്പന്മാര് കുഴപ്പം കാണിച്ചാൽ എന്തോ ചെയ്യണമെന്ന് വരെ എഴുതിയിട്ടുണ്ട്. And even when the elders of a church commit sins, what should be done? The Bible says very clearly about these things. നോട്ട് ചെയ്യുന്നവരെ നോട്ട് ചെയ്തോ, 1 തിമോത്തിയോസ് 5:19 മുതൽ 22 വരെ വളരെ വ്യക്തമായിട്ടുണ്ട്. മൂപ്പന്മാര് കുഴപ്പം കാണിച്ചാൽ 2-3 സാക്ഷികൾ അത് കുറ്റം കൊണ്ടുവരണം. പിന്നെ അത് ശരിയായാൽ എല്ലാവരും പരസ്യമായി അവരെ അവരെ റിബ്യൂക്ക് ചെയ്യണം, അവരെ എന്തോ ചെയ്യണം? താക്കീത് കൊടുക്കണം, പരസ്യമായിട്ട് എല്ലാവർക്കും ഭയം വരാനായിട്ട്. So when an elder of the church commits sin, it's written very clearly in 1 Timothy 5:19 മുതൽ 22 വരെ, chapter 5 verses 19 to 22. And what should be done? We need to bring 2 or 3 witnesses, and we need to rebuke the elder publicly. അത് മാത്രമല്ല, ഈ സഭയിലെ ഭിന്നത കൊണ്ടുവന്ന് ഡിവിഷൻ കൊണ്ടുവരുന്ന ആൾക്കാരെ പ്രത്യേകം നോട്ട് ചെയ്യുക. 1 പറയുക, 2 പറയുക, അത് കഴിഞ്ഞിട്ട് ആ ആളിനെ എന്തോ ചെയ്യണമെന്ന് തീത്തോസ് 3:9 മുതൽ 11 വരെ എഴുതിയിട്ടുണ്ട്. So Titus chapter 3 verse 9 to 11 mentions about how to handle a person who brings division. We need to admonish that person the first time, the second time, and then suppose the person doesn't hear at all, have nothing to do with that person. ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് വേറെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കും. അത് കഴിഞ്ഞിട്ടൊരു ചെറിയ അനൗൺസ്മെന്റ് ഉണ്ട്. നമ്മുടെ ഇന്നത്തെ ശുശ്രൂഷ അതോടുകൂടി അവസാനിക്കും. And before I finish, I would like to say one more thing, and after that there will be the announcements, and then we will close our service. അവിശ്വാസികളെ വിവാഹം ചെയ്താൽ അതിനെ സഭ എങ്ങനെ കാണണം? How does the church look at people, believers who marry unbelievers? വചനത്തിൽ വളരെ വ്യക്തമാണ്, വിവാഹം എന്ന് പറയുമ്പോൾ വേറെ ഒരു വ്യക്തിയുമായിട്ട് ചേരുകയാണ്. Word of God very clearly tells us that marriage is something where one person joins with another person. അവർ ഒന്നാകുകയാണ്. And they become one flesh. അപ്പം
2 കൊരിന്ത്യർ 6-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, നിങ്ങൾ ഇണയില്ലാ പിണ കൂടരുത്. 2 Corinthians chapter 6 very clearly tells us that we should not be unequally yoked with unbelievers. ആ പറഞ്ഞ വാക്യം ഒന്ന് വായിക്കാം. 2 കൊരിന്ത്യർ 6-ാം അധ്യായം, അവിടെ 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ വായിച്ചിട്ട്. Let's read 2 Corinthians chapter 6 verse 14 to 16. Hallelujah. നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ലാപ്പിട കൂടരുത്. നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്ത് ചേർച്ച? വെളിച്ചത്തിനും ഇരുളിനോടും എന്ത് കൂട്ടായ്മ? ക്രിസ്തുവിനും ബലിയാലിനും തമ്മിൽ എന്ത് പൊരുത്തം? അല്ല, വിശ്വാസിക്ക് അവിശ്വാസിയുമായിട്ട് എന്ത് ഓഹരി? ദേവാലയത്തിൽ നിന്നും വിഗ്രഹങ്ങളോട് എന്ത് യോഗ്യത? ഓ, അപ്പം നമ്മൾ കാണുന്നത് പോലെ, സാധാരണ കാണുന്നത് പോലല്ല ദൈവം ഈ കാര്യങ്ങളെ കാണുന്നത്. God does not look at these things the way we look at it. ഈ വാക്യം വിവാഹത്തെക്കുറിച്ച് മാത്രമാണോ പറയുന്നത്? അല്ല, വേറെ ഏത് രീതിയിലുള്ള ഇണയില്ല പിണ നമ്മൾ കൂടിയാലും അത് ശരിയല്ല. Do these verses refer only in the context of marriage? No. Any type of partnership in any relationship would be addressed with these verses. അപ്പൊ ഇവിടെ നോക്കണം, വിശ്വാസിയെ നീതി എന്ന് പറയുന്നു, അവിശ്വാസിയെ അധർമ്മ എന്ന് പറയുന്നു. If we look here carefully, believer is mentioned as righteousness and the unbeliever is mentioned as unrighteousness. വിശ്വാസിയെ വെളിച്ചം എന്ന് പറയുന്നു, അവിശ്വാസിയെ ഇരുളെന്ന് പറയുന്നു. Believer is mentioned as light and the unbeliever as darkness. വിശ്വാസിയെ ക്രിസ്തുവിന്റെ ആളായിട്ടെന്ന് പറയുന്നു, അവിശ്വാസിയെ ബെലയാൽ അതായത് സാത്താന്റെ ആളെന്ന് പറയുന്നു. And the believer is mentioned as a person related to Christ and unbeliever is mentioned as person related to Satan or Belial. വിശ്വാസിയെ ദൈവത്തിന്റെ ആലയം എന്ന് വിളിക്കുന്നു, അവിശ്വാസിയെ വിഗ്രഹങ്ങള് എന്ന ആ ഒരു കാര്യമായിട്ട് വിളിക്കുന്നു. And the believer is mentioned as the temple of God, whereas the unbeliever is mentioned as a place for idols. പഴയ നിയമത്തിലെ ഒത്തിരി സ്ഥലത്തുണ്ട്, അതെല്ലാം നോക്കാനായിട്ട് ഉള്ള അവസരവും ഇല്ല, അതിന്റെ ആവശ്യവുമില്ല. ആർക്കെങ്കിലും കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്വകാര്യമായിട്ട് എന്നോടോ സഭയുടെ വേറെ ലീഡേഴ്സിനോടൊക്കെ ചോദിക്കാം. എന്നാൽ എസ്ര എഴുതിയ പുസ്തകം 9-ാം അധ്യായത്തിൽ കുറച്ച് അത് ഒരു കേസ് സ്റ്റഡി പോലാണ്. അവിടെ ഇങ്ങനത്തെ ഒരു സംഭവം നടന്നു, അവരെന്തോ ചെയ്തു, അല്ലെ അവരതിനെ എങ്ങനെ കണ്ടു എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം. The Bible in the Old Testament mentions a lot about these things, but I'm not going to go to these places. But if you are interested to know more, you can approach one of the church leaders and ask them. But I would like to go to a particular portion in the book of Ezra where it specifically mentions a certain incident. ഒന്ന് വായിച്ചാട്ടെ, 1-ാം വാക്യം മുതൽ. എസ്ര 9. Let's turn to Ezra chapter 9 and read. അപ്പൊ എസ്രയുടെ കാലഘട്ടം എന്ന് വെച്ചാല് ഈ ഇസ്രായേൽ മക്കള് അവര് പ്രവാസത്തിലായിരുന്നു. പക്ഷെ ദൈവം വലിയ കരുണ കാണിച്ച് സെറുബാബേലും എസ്രായും ഉപയോഗിച്ച് അവരെ തിരിച്ച് ഇസ്രായേലിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നടന്ന ഒരു സംഭവമാണിത്. Now we must understand the context behind it. The people of God, they were in captivity, but God in his great mercy uses Ezra and Zerubbabel to bring them back to their land, and in that context this word is written. Ezra chapter 1 മുതൽ 9 4 വരെ 1 to 4 verses 1 to 4. അതിന്റെ ശേഷം പ്രഭുക്കന്മാർ എൻ്റെ അടുക്കൽ വന്നു. ഇസ്രായേൽ ജനവും പുരോഹിതന്മാരും ലേവ്യരും ദേശനിവാസികളോട് വേർപെടാതെ കനാന്യർ, ഹിത്യർ, പെരിസ്യർ, യബൂസ്യർ, അമോന്യർ, മോവാബ്യർ, മിസ്രൈമ്യർ, അമോര്യർ എന്നിവരുടെ മ്ലേച്ഛതകളെ ചെയ്തു വരുന്നു. ഇവിടെ എഴുതിയിരിക്കുന്നത് അവര് വേർപെട്ടില്ല, അവിടുത്തെ ലോക്കൽ ആൾക്കാരുമായിട്ട് അവര് മ്ലേച്ഛത ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തുവാണെന്ന് നമുക്ക് ഈ 1-ാം വാക്യം വായിക്കുമ്പോൾ മനസ്സിലാകത്തില്ല. So in the verse 1 it's written here that they had mixed themselves with the local people and they had defiled themselves. But what were those defilements? We don't understand it when we read only verse 1. Verse 2 2-ാം വാക്യത്തിൽ എന്ത് പറയുന്നു? What does verse 2 say? അവരുടെ പുത്രിമാരെ അവർ തങ്ങൾക്കും തങ്ങളുടെ പുത്രന്മാർക്കും ഭാര്യമാരായി എടുത്തതുകൊണ്ട് വിശുദ്ധ സന്തതി ദേശനിവാസികളോട് ഇടകലർന്നു പോയി. പ്രഭുക്കന്മാരുടെയും പ്രമാണികളുടെയും
കൈ തന്നെ ഈ അകൃത്യത്തിൽ ഒന്നാമതായിരിക്കുന്നു എന്നും പറഞ്ഞു. അപ്പൊ ഇവിടെ വിഷയം എന്താണെന്ന് മനസ്സിലായി. ഓക്കെ, ഇനി മൂന്നാം വാക്യം, verse 3. Verse 3. ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ എൻ്റെ വസ്ത്രവും മേലങ്കിയും കീറി എൻ്റെ തലയിലും താടിയിലുമുള്ള രോമം വലിച്ചു പറിച്ച് സ്തംഭിച്ച് കുത്തിയിരുന്നു. മതി. എസ്ര ഇങ്ങനെ പറഞ്ഞില്ല, ഓ നമ്മൾ ഈ ലോകത്തിലൊക്കെ ജീവിക്കുമ്പം വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെയൊക്കെ കുറച്ചൊക്കെ നടക്കും, അതിനകത്ത് ഇത്ര വലിയ കാര്യം എന്താണ്? നോ, എസ്ര അവരുടെ ലീഡർ, അദ്ദേഹം വസ്ത്രവും മേലങ്കിയും കീറി, അതായത് വളരെയധികം വിഷം വരുമ്പോഴായിരുന്നു യഹൂദന്മാർ അങ്ങനെ ചെയ്യുന്നത്. തലയിലും താടിയിലും ഉള്ള രോമം വലിച്ചു പറിച്ച് സ്തംഭിച്ച് കുത്തിയിരുന്നു. So when Ezra heard about these matters, what was the response of Ezra? He didn't say, oh, such things can happen, okay, it's fine. No, he didn't respond like that. Instead, it's written here that when Ezra heard about this matter, he tore his garments and his robe. Now that was a type of response which Jews showed when they were in extreme agony. He pulled some of the hair from his head and his beard and sat down appalled. അവിടെ പ്രശ്നം എന്തായിരുന്നു? രണ്ടാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, അവിടെ വിശുദ്ധ സന്തതി ദേശനിവാസികളോട് ഇടകലർന്നു പോയി. അതായിരുന്നു അവിടുത്തെ വിഷയം. So what was the issue here? Verse 2 says very clearly, their holy race had intermingled with the peoples of the lands. പ്രിയമുള്ളവരെ, നമ്മളെ പണ്ട് എന്തൊക്കെ ആയാലും യേശു ക്രിസ്തുവിലാണെങ്കിൽ നമ്മൾ പുതിയ സൃഷ്ടിയാണ്. ആമേൻ. My beloved brethren, whatever our background is, now that we are in Christ, we are new creations. Amen. ദൈവം വിളിച്ചു വേർതിരിച്ച ആൾക്കാരാണ് നമ്മള്. പത്രോസ് പറയുന്നത്, യു ആർ എ ചോസൻ ജനറേഷൻ, എ റോയൽ പ്രീസ്റ്റ്ഹുഡ്, എ ഹോളി നേഷൻ. നിങ്ങൾ ഒരു വിശുദ്ധ വംശമാണ്. And we are people who are separated and called out by people. First Peter says that we are a chosen generation, a royal priesthood, a holy nation. അതുകൊണ്ട് വിശുദ്ധ സന്തതി ദേശനിവാസികളോട് ഇടകലർന്നാൻ പാടില്ല. So holy race should not intermingle with the peoples of the lands. അവിടെ പിന്നെ എസ്ര എന്തൊക്കെ ചെയ്തു എന്ന് നമുക്കൊന്ന് പിന്നെ വീട്ടിൽ പോയി നിങ്ങൾ വായിക്കണം. And you can go home and read what else Ezra did later. ഞെട്ടിപ്പിക്കുന്ന കാര്യം പുള്ളി ചെയ്തു. And he did certain things which were absolutely shocking. ഇനി അതിനെക്കാട്ടി ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ എസ്ര 10-ാം അധ്യായത്തിൻ്റെ 20 മുതൽ അടുത്ത 25 വാക്യങ്ങൾ ഒരു ലിസ്റ്റ് ഇട്ടിരിക്കുകയാണ് അവിടെ. Now even more shocking things were done by Ezra. If we read chapter 10 verse 20 to 25, we see that he put up a list of certain people. എനിക്കറിയാം ഇന്ന് എന്നെ കേൾക്കുന്ന 1-2 പേരെങ്കിലും, ഇപ്പം ആരെങ്കിലും, എനിക്കറിയത്തില്ല ആരാന്ന്, ഞാൻ ആശ്ചര്യപ്പെടത്തില്ല അവരുടെ മനസ്സിൽ ഇങ്ങനെ തോന്നുക, എന്തിനാ സുനിൽ ബ്രദർ ഇതെല്ലാം മുമ്പിൽ നിന്ന് പറയണേ, ഇതിൻ്റെ ആവശ്യമുണ്ടോ? Now at least some of you may be thinking, why is Sunil brother saying all these things? Is there a need for that now? ഒന്നാമത് ഇത് സുനിൽ ബ്രദർ തന്നെ തീരുമാനിച്ചതല്ല, ഇത് സഭാ നേതാക്കന്മാരുടെ ഇടയിൽ ഒരു നമ്മൾ ഡിസ്കസും ചെയ്തു. അങ്ങനെ എല്ലാവർക്കും അങ്ങ് സംസാരിക്കാൻ പറ്റത്തില്ലല്ലോ, അപ്പോൾ ഒരാൾ അത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. Now first of all, I would like to clarify that Sunil brother did not think on his own and decide to say these things. This was all thought of and discussed and talked among the leadership, and one of them came and stood and spoke. ഈ എസ്ര, അപ്പം നമുക്ക് എസ്രയോട് ചോദിക്കട്ടെ, നിങ്ങൾ എന്തൊരു പാർട്ടിയാണ്, നിങ്ങൾ എന്തിനാ ഈ ലിസ്റ്റ് ഇടുന്നത്, ഇതെന്താണ് ഈ പരിപാടി? So you may ask Ezra, hey Ezra, what is that you are doing? You are making a list of all these people. ഇനി ഇപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളെ നമ്മൾ എങ്ങനെ പ്രാവർത്തികമാക്കണമെന്ന് അടുത്തൊരു ചോദ്യമുണ്ട്. Now another question comes up. How do we practically work out these things? ഞാൻ ഈ കാര്യങ്ങളൊക്കെ എൻ്റെ ഭവനത്തിൽ ജസ്റ്റ് ജനറലായിട്ടൊന്ന് ഡിസ്കസ് ചെയ്തപ്പോൾ ഒരാൾ ഇങ്ങനെ പറഞ്ഞു, അയ്യോ പഴയ നിയമത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ടല്ലോ,
വളരെ ഗുരുത്തം കെട്ട ഒരു ഒന്നും കേൾക്കാത്ത മറുതലിപ്പുള്ള ഒരു പയ്യനുണ്ടെങ്കിൽ അവനെ എല്ലാവരുടെയും മുമ്പിൽ കൊണ്ടുവന്ന് കല്ലെടുത്ത് എറിയണം. അപ്പം നമ്മൾ ഇനിയും അങ്ങനെയും ചെയ്യാൻ പ്ലാൻ ഉണ്ടോ എന്ന് എന്നോട് ചോദിക്കുകയുണ്ടായി. So when I discussed about this thing, when I mentioned about this thing in my family, one of my family members said, in the Old Testament it's also mentioned that a rebellious son should be stoned to death. So would we literally do that now in our situation? നമ്മൾ ഈ കാര്യങ്ങളൊക്കെ വായിക്കുമ്പം കുറഞ്ഞ വർഷം ദൈവത്തിന് ഇങ്ങനത്തെ കാര്യത്തോടുള്ള നിലപാട് എന്താണ്, ദൈവത്തിൻ്റെ മനോഭാവം എന്താണെന്നെങ്കിലും നമുക്ക് ക്ലിയർ ആവുമല്ലോ. And when we read about these things, understand about these things from the scriptures, do we get an idea of how he approaches such issues, how big God's standards are towards such issues? ഇവിടെ വളരെ വേദനാജനകമായിട്ട് ഉള്ള കാര്യങ്ങൾ നമ്മളുടെ ഇടയിലും ഇതിനു മുമ്പ് നടന്നിട്ടുണ്ട്. And I would like to say that similar painful things have happened amongst us as well. പക്ഷേ ഞാൻ ഇപ്പോൾ ഇത് പറയുന്നത് ആരെയും വേദനിപ്പിക്കാനായിട്ടല്ല. But right now I am not saying these things to hurt anybody. പക്ഷെങ്കിൽ ദൈവത്തിൻ്റെ നിലവാരം നമ്മൾ മനസ്സിലാക്കിയേ മതിയാവും പ്രിയമുള്ളവരെ. But we need to understand the standards of God, my beloved brethren. എനിക്ക് വേറെ വളരെ താഴ്മയോട് വിവാഹം കഴിക്കാത്തവരോട് പറയാനായിട്ടുള്ളത്, And with utmost humility, I would like to address the unmarried young people here. എന്നെങ്കിലും നിങ്ങളൊരു അവിശ്വാസിയെ, നിങ്ങൾ ഈ സഭയുടെ മെമ്പറാണെങ്കിൽ, ഇവിടെ 18 വയസ്സ് കഴിഞ്ഞിട്ട് നിങ്ങളെ യഥാർത്ഥമായിട്ടൊരു വിശ്വാസിയാണെന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങളെ ഈ സഭയുടെ മെമ്പറും ആവും. നിങ്ങൾ അങ്ങനത്തെ ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഒരു അവിശ്വാസിയെ കല്യാണം കഴിക്കുവാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങളെ ആരും പുറത്താക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ തന്നെ പുറത്തോട്ട് പോവുകയാണ്. Now, I would like to address all the truly born again young unmarried people who are members of this church. If you get married to an unbeliever, nobody is going to turn you out of the church. You yourself, of your own free will, are bringing yourself out of the church. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു ആൾ കല്യാണം കഴിക്കുകയാണെങ്കിൽ രാത്രിയിൽ എഴുന്നേറ്റ് രാവിലെ എന്ന് കല്യാണം കഴിക്കാം. അങ്ങനെയല്ല, ആലോചിച്ച് തീരുമാനിച്ചെടുക്കുന്ന കാര്യങ്ങളാണ് വിവാഹത്തിൻ്റെ കാര്യങ്ങൾ. And we all know very well that any person who gets married doesn't suddenly decide on it one fine day. It's all a well thought out and planned process. പിന്നെ നമുക്ക് ഇങ്ങനെയും അറിയാം, നമുക്കെല്ലാവർക്കും, നിങ്ങൾക്ക് മാത്രമല്ല എനിക്കും ബുദ്ധിയുണ്ട്, എനിക്ക് വേണേ ഇങ്ങനെ ചിന്തിക്കാം, അതിനെന്താ ഇങ്ങനെ ചെയ്തിട്ട് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഞാൻ സോറി പറയാം. Now you all are intelligent people and you may say, oh, that's fine. Now first let me get married to the non-believing person I like, and then later I'll ask forgiveness from the church. പ്രിയമുള്ളവരെ, പല എന്ത് ചെയ്യണം, എന്തുവാണ് ഇത് ഈസി അല്ല പ്രിയമുള്ളവരെ. നിങ്ങൾക്ക് ഞാൻ ഇങ്ങനെ പറയുന്നത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം, എന്തൊക്കെ വ്യത്യസ്തമായിട്ടുള്ള സിറ്റുവേഷൻസ്, സാഹചര്യങ്ങൾ, കേസുകളാണ് നേതൃത്വത്തിലുള്ളവർക്ക് ഡീൽ ചെയ്യേണ്ടി വരുന്നത്. My beloved brethren, please understand that when I am saying these things, the people in the leadership, they have to handle such a different variety of people and in different situations, and they have to make decisions accordingly. ഈ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തപ്പോൾ മൂപ്പന്മാരുടെ ഇടയിൽ ഒരു ഇതുണ്ടായിരുന്നു. ഞങ്ങൾ തന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ പറയുന്ന രീതിയിലെല്ലാം എക്സാക്റ്റ് ആണോ ഇവിടെ എല്ലാ കാര്യങ്ങളും ഇതുവരെ നടന്നിട്ടുള്ളതെന്ന് ചോദിച്ചാൽ അല്ല, കുറച്ച് പാളിച്ചകളൊക്കെ പറ്റിയിട്ടുണ്ട് എന്നാണ് ആ നേതൃത്വത്തിലുള്ള ആൾക്കാരിൽ നിന്ന് ഞാൻ കേട്ടത്. അവർ തന്നെ സമ്മതിച്ച കാര്യം ഞാൻ കേട്ടത്. And when we discuss these things, these issues in the leadership, the
people in the leadership themselves admitted to having made mistakes in the past regarding how they handled such issues. പ്രിയമുള്ളവരെ, എനിക്ക് നിങ്ങളോട് താഴ്മയോടുകൂടി അപേക്ഷിക്കാനായിട്ടുള്ള ഒരു കാര്യമുണ്ട്. My beloved brethren, with utmost humility, I appeal to you. നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് മുന്നോട്ട് പോകണം. We all need to cooperate with one another and we need to move forward together. നമ്മളെല്ലാവരും വിശുദ്ധിയുടെ നിലവാരം ഉയർത്തിയേ നടക്കാവൂ. And we need to raise the standards of holiness in our lives and we must do it. അതുമാത്രമല്ല, നിങ്ങളെല്ലാവരും പ്രത്യേകിച്ച് ഈ നേതൃത്വത്തിൽ ഇരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. And not only that, you must pray for the people in the leadership. സ്നേഹം വേണം. We need to have love. മനസ്സലിവ് വേണം. We need to have compassion. താഴ്മ വേണം. We need to have humility. ജ്ഞാനം വേണം. We need to have knowledge. ധൈര്യം വേണം പ്രിയമുള്ളവരെ, ധൈര്യം. And not only that, boldness, my dear brethren, boldness. വളരെയധികം ആവശ്യമുണ്ട് പ്രിയമുള്ളവരെ. And we need it very much. ഇത് ഞാൻ പലപ്പോഴും ഇങ്ങനെ പറയാറുണ്ട്, ഇത് ആരാണ്ട് 1-2 പേരുടെ വകയല്ല സഭ. And I tell many times like this church is not in the ownership of just 1 or 2 people. ഞാൻ അതുകൊണ്ടാണ് പലപ്പോഴും ആൾക്കാർക്ക് തോന്നേണ്ട, ഇവൻ എന്തിനാ ഇതിനെ എല്ലാത്തിനെയും കയറി പിടിക്കുന്നത്. പക്ഷെ ഞാൻ ചിലർ പറയുന്നുണ്ട്, ഹലോ ഏത് സഭയിലാണ് പോന്നേ? അപ്പം ഞാൻ ഒരു എക്സാമ്പിൾ എടുക്കുന്നതിന്, ഞാൻ തങ്കു ബ്രദറിൻ്റെ സഭയിലാണ് പോകുന്നത്, ഞാൻ ടിനു ബ്രദറിൻ്റെ സഭയിലാണ് പോകുന്നത്, ഞാൻ ജഫി പാസ്റ്ററിൻ്റെ സഭയിലാണ് പോകുന്നത്. ഹലോ, എക്സ്ക്യൂസ് മീ, ക്രിസ്തുവിൻ്റെ സഭ അവരെ ഈ പറഞ്ഞ ആൾക്കാരൊക്കെ നല്ല ആൾക്കാരായിരിക്കാം, അത് ദൈവത്തിനറിയാം. പക്ഷെങ്കിൽ ദൈവം ചില ആൾക്കാരെ ഉപയോഗിച്ച് സഭയൊക്കെ തുടങ്ങാനൊക്കെ ഉപയോഗിക്കും. പക്ഷേ ഒരു സഭയെന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെയോ കുറച്ച് വ്യക്തികളുടെയോ അല്ല, ഇത് ക്രിസ്തുവിൻ്റെയാണ് പ്രിയമുള്ളവരെ. അതുകൊണ്ടാണ് ഇത് ഏറ്റവും സീരിയസ് ആയിട്ട് നമ്മൾ എടുക്കേണ്ടത്. And I want to stress the fact that church is not under the ownership of some people. It belongs to Christ, and that is why we need to take it with utmost seriousness. Many times I have heard people say, I go to Tangu Brothers Church, I go to Pastor Jeffy's church or such and such person's church. No, these people may be nice people, but the church belongs to Jesus Christ and not to people. പാസ്റ്റർ ജെഫി മുന്നോട്ട് വന്ന് 2 വാക്ക് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചാട്ട്. നമ്മൾ ഇത് അവസാനമായിട്ട് നമ്മൾ നോക്കുന്നുടനെ അവസാന വാക്ക് ഞാൻ പറയുവാണെങ്കിൽ, now if I would like to give a concluding word, I would say like this. ഞാൻ 2 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. I would like to read 2 verses. നിങ്ങൾ തിരിക്കണ്ട, ഇവിടെ എബ്രായർ 12:10 Hebrews chapter 12 verse 10 says, നാം അവൻ്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനായി തന്നെ നമ്മളെ ഓരോരുത്തരെയും ശിക്ഷിക്കുന്നു. For that he disciplines us for our good so that we may share his holiness. വേറെ ഒരു വേഴ്സ് ഇതിൻ്റെ അകത്ത് എഫേസ്യർ 5:5 ഒരു സെറ്റ് ഓഫ് വേഴ്സസ് നമ്മൾ സാധാരണ ഇത് വിവാഹത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു വേഴ്സാണ്. And there's another verse in Ephesians chapter 5, and those set of verses are usually commonly used at the time of marriage. So we'll read that verse 25, 26, 27 of Ephesians 5. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5:25 തൊട്ട് 27 വരെ. I'll read മലയാളം. ഭർത്താക്കന്മാരെ, ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ. അവൻ അവളെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും കറ ചുളുക്കം മുതലായവ ഒന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. Husbands, love your wives just as Christ also loved the church and gave himself up for her, so that he might sanctify her, having cleansed her by the washing of water with the word, so that he might present to himself the church in all her glory, having no spot or wrinkle or any such thing,
but that she would be holy and blameless. സഭയെന്ന് പറയുന്ന കർത്താവിൻ്റെ ശരീരമാണ്. The church is Christ's body, കർത്താവ് സഭയെ വെടിപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. and the Lord is sanctifying the church. കർത്താവ് സഭയെ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. The Lord is cleansing the church. എന്തുകൊണ്ട്? Why? കാരണം കർത്താവ് വരുന്നുണ്ട്, ഒരു വെടിപ്പുള്ള സഭയെയാണ് കർത്താവ് പ്രതീക്ഷിക്കുന്നത്. Because when he comes again, he is expecting a cleansed and sanctified church. ഒന്നോ രണ്ടോ എക്സാമ്പിൾസ്, മാരേജ്, എൽഡേഴ്സിൻ്റെ ഡിഫിക്കൽട്ടീസ്, ഇങ്ങനെയൊക്കെയുള്ള കുറേ എക്സാമ്പിൾസ് ഇന്ന് പറഞ്ഞു. Today we heard of a few examples regarding the area of marriage and the area of what the leadership, the struggles which the leadership faces. നമുക്കെല്ലാവർക്കും അറിയാം ഇവിടെയൊക്കെ നമ്മൾ വീണിട്ടുണ്ട്. But we all know very well where we have fallen. And I would really, ഞാൻ നിങ്ങളോട് ഓരോരുത്തരോടും ചോദിക്കുകയാണ്, സഭ കർത്താവിൻ്റെയാണ്. നമ്മൾ വിശുദ്ധിയിൽ നടക്കുവാൻ നമ്മളെ തന്നെ പരിശീലിപ്പിക്കാം. So I would like to tell each one of you that the church belongs to Jesus Christ, and so would we all train ourselves to walk in holiness. നമുക്ക് പ്രാർത്ഥിക്കാം. Let's pray. പിതാവേ, അങ്ങ് വിശുദ്ധിയെക്കുറിച്ചും തിരുവത്താഴത്തെക്കുറിച്ചും കർത്താവിൻ്റെ മേശയെക്കുറിച്ചും ഇന്ന് ഞങ്ങളോട് സംസാരിച്ചുവല്ലോ. Heavenly Father, you talked to us today about holiness and the Lord's table. സഭ അങ്ങയുടേതാണെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു അപ്പച്ച. And we acknowledge that the church is yours. ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ വരവിനായി ഒരുക്കണമേന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. We pray that you will prepare all of us for your second coming. ഞങ്ങളുടെ ഇടയിൽ ആരെങ്കിലും തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അങ്ങയിലേക്ക് തിരികെ വരുവാൻ ഞങ്ങളോട് അങ്ങ് സംസാരിക്കണമേ. And if any one of us has gone astray, speak to us so that we may come back to you. കർത്താവെ, ആരെങ്കിലും തെറ്റിപ്പോയി ദൈവത്തിൽ നിന്ന് അകന്ന് നടക്കുവാണെങ്കിൽ അങ്ങ് കൊരിന്ത്യരിൽ കർത്താവെ ആ മനുഷ്യൻ തിരികെ വന്നതുപോലെ അവരെ തിരികെ കൊണ്ടുവരണമേ. And if any one of us has gone away from you, O Lord, and just as you brought that believer in the Corinth church back to yourself, please bring us back to you, O Lord. അങ്ങയുടെ കൃപയാൽ മാത്രമേ ഞങ്ങൾ നിൽക്കാൻ പറ്റത്തുള്ളൂ ഞങ്ങൾ ഏറ്റുപറയുന്നു. And we acknowledge that we can stand only by your grace. അങ്ങയുടെ രക്തത്താൽ ഞങ്ങളെ കഴുകണമേ. Wash us by your blood. അങ്ങയുടെ വരവിനായി ഒരുക്കണമേ. Prepare us for your coming, O Lord. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. In Jesus' name we pray. Amen. Amen.